കുറേ ആയി എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു മണി പ്ലാന്റുകൾ കാണിച്ചു തരാം കേട്ടോ. കുറേ ഒന്നുമില്ല എന്നല്ല, എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ എനിക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ നല്ലൊരു ഗ്രോത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്ര നാളും മണി പ്ലാന്റുകൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വാട്ടർ പ്ലാന്റ് ആക്കിയും അല്ലാതെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പെട്ടെന്നൊരു മാറ്റമൊന്നും എനിക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇതിൽ വെച്ചതിലാണ് എനിക്ക് പെട്ടെന്ന് മാറ്റം തോന്നിയത്. ഇത് എൻ്റെ ചേട്ടൻ ഒരു 2-3 മാസം മുമ്പ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ലീവ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വലിപ്പത്തിലാണ് ഇരിക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പറമ്പിൽ വെറുതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നത്. അത് ഓരോ മരത്തിലൊക്കെ പിടിച്ച് കയറി ഇതിൻ്റെ ഇരട്ടി വലിപ്പമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിടിച്ച് പറിച്ച് ഞാൻ ചെല്ലുമ്പോഴും ആരെങ്കിലും അവിടെ നിന്ന് വരുമ്പോൾ അവർ വരുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ എനിക്കങ്ങനെ കൊണ്ടുവന്നാൽ എപ്പോഴും നല്ല രീതിയിൽ അങ്ങനെ പിടിക്കുക അങ്ങനെയൊന്നും ആവില്ല. ചിലതൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ, അത് മണ്ണിൽ വയ്ക്കുന്നേക്കാൾ നന്നായിട്ട് എനിക്ക് വെള്ളത്തിലാണ് പിന്നെയും പിടിച്ച് കിട്ടുക. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഓരോന്നിനും മാറ്റി വെച്ച് ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ഇത് വേറൊരു ചെടിയുടെ പോട്ടാണ് കേട്ടോ, ഓൺലൈൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു പോട്ട് വെച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ താഴെ വെള്ളം നിർത്തിയിട്ട് അതിൽ കൂടെ ചെടിക്ക് വെള്ളം കിട്ടാൻ പാകത്തിന് നിൽക്കും. അപ്പോൾ അതുപോലെയുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ളത് മാറ്റിയിട്ട് ഈ പുറത്തുള്ളതിൽ ഞാൻ വെള്ളം ഒഴിച്ച് അതിൽ ഇതുപോലെ കുറച്ച് പെബിൾസൊക്കെ ഇട്ട് ഞാൻ അതിലിങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ വ്യത്യാസം കണ്ടത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് അല്ലെങ്കിൽ വെച്ചിരുന്നിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല, ഞാനിതിൽ വെച്ചിട്ട് അധികം മൈൻഡ് ചെയ്യാണ്ടിരുന്ന കാരണമൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലിന്ന് പോലെ ഇങ്ങനെ എടുത്തു നോക്കൽ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് കാരണമാണ് ഇത്ര നാളത്തെയും ഇത്രയൊരു വ്യത്യാസം എനിക്ക് കണ്ടെത്താൻ സാധിക്കാഞ്ഞതെന്നറിയില്ല. എന്തായാലും ഈ ഒരു മണി പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇതുപോലെ ഇതിന് വേരുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് ഇതിവിടെ ഇങ്ങനെ പടർന്ന്, ഇവിടെ ഒരു ഇല അങ്ങനെ പടർന്ന് പോണ ഒരു ഭാഗമായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് വേരിൻ്റെ ഇങ്ങനെ വേര് വന്നേക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഇങ്ങനെ വെള്ളത്തിലേക്ക് കുത്തി അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെക്കണേൽ എനിക്ക് കൊതുക് കയറുന്നില്ല, പുറത്ത് വെക്കണേൽ കൊതുക് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതധികം ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്ഡേറ്റ്സൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലതിലും വെച്ച് മാറ്റി വെച്ചിട്ട് കുറേയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയി. അപ്പം ഞാൻ ലാസ്റ്റ് കിട്ടിയ ഒരു ഭാഗം ഇതുപോലെ ഇതിലിങ്ങനെ ഇറക്കി വെച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറക്കി വെച്ചപ്പോൾ അതിൻ്റെ വേരും ഇതൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടി മുള ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് വെള്ളത്തിൽ അങ്ങനെ ഇറക്കി വെച്ചേക്കായിരുന്നു. ഇതുപോലെ കുറേ ഭാഗങ്ങൾ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ചീച്ചിലുണ്ട്. പക്ഷേ വേരുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള കാരണം ഇത് കട്ട് ചെയ്ത് വെക്കാനൊരു രക്ഷയില്ല, നിറച്ച് വേര് നിൽക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതിലൊക്കെ കണ്ടില്ലേ വേര് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ വളച്ചങ്ങോട്ട് ഇറക്കി വെച്ചു. ഇതുപോലെ ഞാൻ വെച്ചു കേട്ടോ. ഈ കുപ്പി കുറേ നാളായി ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. കണ്ടില്ലേ, ഓവറായിട്ട് നമ്മൾ നോക്കാൻ നിന്നാലാണ് ഈ സംഭവങ്ങളൊന്നും പിടിച്ച് കിട്ടാത്തത്. ഞാൻ ഇതിപ്പോൾ വെച്ച് നാട്ടിൽ പോയി വന്നു, അതിന് ശേഷം വേറൊരു ട്രിപ്പ് പോയി, ഒക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് സംഭവമൊക്കെ നല്ല കുട്ടികളായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു സമാധാനം.
അധികം എപ്പോഴെപ്പോഴും ഞാൻ ഇതിൻ്റേത് വെള്ളം മാറ്റാൻ നിൽക്കാറില്ല കേട്ടോ. ഭയങ്കരമായിട്ട് കരടുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ മാത്രം മാറ്റണുള്ളൂ. പുറത്ത് വെച്ചേക്കുന്നത്ര ഞാൻ മാറ്റുക, അതിലാണ് ഈ കൊതുക് വരുന്നുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെയുള്ളതാണ് അതേ ഇതെൻ്റെ മോന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ ഒരു ഫ്ലാറ്റിൽ തന്നെയുള്ള, അപ്പോൾ അവിടെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് കുറച്ചിങ്ങനെ മഞ്ഞച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ഉണ്ടായി, അവർ തന്നപ്പോൾ തന്നെ കുറേയൊക്കെ ഉണങ്ങി ഉണ്ടായിരുന്നു, വാടി ഉണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ബാക്കി കിട്ടിയ കുറച്ച് ഇതിലും വേറൊരു ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ വെള്ളത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പിബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. ബൈ ബൈ.